സിദ്ധവൈദ്യ ചികിത്സയിൽ 50 വർഷത്തിലും ഉപരിയായി ബധിരത ഭേദമാക്കിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് സാമിഗിരി സിദ്ധർ. അദ്ദേഹത്തിന്റെ മകൻ സിദ്ധർ ഇയർ ഫൗണ്ടേഷന്റെ സ്ഥാപകൻ, പരമ്പരാഗത വൈദ്യൻ സർ അരുണഗിരി നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദമായി പറയും. നമസ്കാരം. നമസ്കാരം. സൗണ്ട് എന്നത് അധികം ആരും അത്ര കാര്യമായിട്ട് എടുക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ധാരാളം യങ്സ്റ്റേഴ്സ് ഇന്നത്തെ കാലത്ത് ചെവിയിൽ ഇങ്ങനെ പാട്ടും കേട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര നേരത്തോളം ഇത്രയും ഉച്ചത്തിൽ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കാം എന്നുള്ള ആ ഒരു വിവേകവും അവർക്കില്ല എന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, പലർക്കും എങ്ങനെയാണ് ഹോൺ അടിക്കേണ്ടതെന്ന് പോലും അറിയില്ല. തുടർച്ചയായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ സംസാരിക്കുമ്പോൾ പോലും ഒന്ന് ഒച്ചയടക്കി സംസാരിക്കാം എന്നില്ലാതെ വളരെ ഉച്ചത്തിൽ സംസാരിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സൗണ്ട് പൊല്യൂഷന്റെ ഇടയ്ക്കാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം സൗണ്ട് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ശ്രവണ ശക്തി എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനമാണ് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളെയാണ് നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ നിങ്ങൾ ഭേദമാക്കുന്നത്? നമ്മുടെ ഈ സ്ഥാപനത്തില് ചെവി കേൾക്കാത്തവർക്ക്, അതായത് ജന്മനാ കേൾവിശക്തി ഇല്ലാത്തവർക്ക് അവരെ ഭേദമാക്കിയെടുക്കാം. പിന്നെ പെട്ടെന്ന് കേൾവിശക്തി നഷ്ടപ്പെടുന്നവർ, അതായത് ധാരാളം മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് ബാധിക്കപ്പെട്ടവർ, പിന്നെ അമിതമായ ശബ്ദം മൂലം ബാധിക്കപ്പെട്ടവർ, ഇങ്ങനെ പെട്ടെന്ന് കേൾവിശക്തി നഷ്ടപ്പെട്ടവരെയും ചികിത്സിക്കാൻ സാധിക്കും. പൊതുവെ ചെവിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവാറ്? പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേൾവിശക്തി നഷ്ടപ്പെടുന്നതാണ് ചെവിയുടെ ഏക പ്രശ്നമെന്ന് നമ്മൾ കരുതും. ചെവിയിൽ വേദനയുണ്ടാകും, ഒരു മൂളലുണ്ടായിരിക്കും, പഴുപ്പ് പുറത്തേക്ക് വരും, പഴുപ്പിനോടൊപ്പം രക്തവും വരാൻ തുടങ്ങും. ചിലർക്ക് ചെവി കേൾക്കുന്നത് കുറച്ചു മാത്രമായിരിക്കും, അത് വലത് ചെവിയായിരിക്കും അല്ലെങ്കിൽ ഇടത് ചെവിയായിരിക്കും. ചിലർക്ക് രണ്ട് ചെവിയുടെയും കേൾവിശക്തി വളരെ കുറവായിരിക്കും. ശരി, കുറച്ചെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ എന്ന് കരുതി അവർ വളരെ അശ്രദ്ധയോടെ പിന്നീട് നോക്കാമെന്ന് കരുതി ഒരു ചികിത്സയും അവർ എടുക്കാതെ വളരെ കെയർലെസ് ആയിട്ട് ഇതങ്ങ് വിട്ടേക്കും. അവസാനം എന്ത് സംഭവിക്കും? കേൾവിശക്തി ഇല്ലാതെയാകും.